എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പൊട്ടറ്റോ ചില്ലിയാണ് കേട്ടോ. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാം. അതിനാദ്യം 2 പൊട്ടറ്റോ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് അതിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ഒരു സവാള, ഒരു ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചെടുക്കുക. ഇത്രയും പച്ചക്കറികൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റും, അത്രയും എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലല്പം എണ്ണയൊഴിച്ച് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ചില്ലി കഴിക്കുന്ന അതേ ഫീലിംഗ് തന്നെ കിട്ടും. അതേ ടേസ്റ്റാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി കൊടുക്കണം. അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം വഴറ്റിക്കഴിഞ്ഞാൽ നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്ക് എരിവിനോട് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഇനി സോയാ സോസാണ്. സോയാ സോസൊക്കെ ഒഴിക്കുമ്പോഴാണ് ചില്ലിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. സോയാ സോസും കൂടി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരല്പം വെള്ളവും ചേർത്ത് 2 മിനിറ്റ് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ ആ ചില്ലിയുടെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസിയും എളുപ്പം ചെയ്യാൻ പറ്റുന്നതായ പൊട്ടറ്റോ ചില്ലി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള വെറൈറ്റി ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.